ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഫൺസി ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഓപ്പൺ ലെജൻഡ് ഇപ്പോൾ 1 ടെസ്റ്റ് നെറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതൊരു ഡീപ്പിൻ പ്രോജക്റ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പും ഡീപ്പിൻ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രാസ്, നോട്ട് പേ, പിന്നെ ഡി നെറ്റ്, അങ്ങനെ കുറച്ച് ഡീപ്പിൻ പ്രോജക്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രാസ് ഒക്കെ നല്ലൊരു പ്രോഫിറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതേപോലെ നോട്ട് പേയുടെ ആണെങ്കിലും നല്ല രീതിയിലുള്ള അലോക്കേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഡീപ്പിൻ പ്രോജക്ട്സിലൊക്കെ നമ്മൾ ആദ്യം തൊട്ടേ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള അലോക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. അതിലൊരു എക്സാമ്പിളാണ് നമ്മുടെ നോട്ട് പേ. നോട്ട് പേയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം. സീസൺ 0യും സീസൺ 1ഉം ഒക്കെ പങ്കെടുത്തവർക്ക് നല്ല രീതിയിലുള്ള അലോക്കേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സീസൺ 2ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് വളരെ കുറച്ച് അലോക്കേഷൻ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള പ്രോജക്ട്സിലൊക്കെ നിങ്ങൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഫേസിൽ തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അലോക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ ലെഡ്ജറിനെ കുറിച്ച് പറയാം. ഓപ്പൺ ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു ഡേറ്റ ബ്ലോക്ക് ചെയിൻ ആണ് ഫോർ AI. കൂടാതെ അവർക്ക് 8 മില്യൺ ഫണ്ട് അവർ റേസ് ചെയ്തിട്ടുണ്ട്. പോളിചെയിൻ ക്യാപിറ്റൽ, ബോർഡർലെസ്, ഹാഷ് കീ ക്യാപിറ്റൽ ഇവരൊക്കെയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുള്ളവർക്ക് അവരുടെ ഡോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ, വേണ്ടവർ കയറി ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്ന് എനിക്ക് തീരെ വയ്യ, അതുകൊണ്ടാണ് എൻ്റെ വോയിസ് അത്ര ആക്റ്റീവ് അല്ലാത്തത്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. നിങ്ങളിലേക്ക് ഇത് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് വയ്യെങ്കിൽ പോലും ഞാൻ വോയിസ് ഇടുന്നത്. ഓക്കെ, അപ്പം ഒട്ടും താമസിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിൽ കയറുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡെയിലി റിവാർഡ് ക്ലെയിമിംഗ് കാണാവുന്നതാണ്. സോ ഇത് ഡെയിലി നിങ്ങൾ ക്ലെയിം ചെയ്യുക, മറക്കരുത്. ദെൻ ഇവിടെ നിങ്ങൾ മിഷൻസ് ആൻഡ് റിവാർഡ്സ് എന്നുള്ള സെക്ഷനിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ മിഷൻസ് ചെയ്യാനായിട്ട് കാണും. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് സോഷ്യൽ ടാസ്കൊക്കെ തന്നെ ആയിരിക്കും. അപ്പം നിങ്ങളിവിടെ ട്വിറ്ററും ഡിസ്കോഡും ഒക്കെ കണക്ട് ചെയ്യുക. പ്രത്യേകിച്ചും ട്വിറ്റർ കണക്ട് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് നിങ്ങൾക്ക് അതിനകത്ത് പോയിൻറ്റ്സ് ഒക്കെ കിട്ടുന്ന കുറേ ടാസ്കുകളുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങളിവിടെ ട്വിറ്ററും ഡിസ്കോഡും കണക്ട് ചെയ്യുക. ദെൻ ഈ ഒരു മിഷൻസ് എല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് യുവർ നോട്ട്സ് എന്നുള്ളൊരു സെക്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഡൗൺലോഡ് നോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നും ലോഗിൻ ആൻ അക്കൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് 2 ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ലോഗിൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച അതേ മെയിൽ ID യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഏർണിങ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, തന്നെ നിങ്ങൾ നേരെ തിരിച്ച് ടെസ്റ്റ് നെറ്റിൻ്റെ സൈറ്റിലേക്ക് പോവുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സിന് വേണ്ടിയിട്ട് ആൻഡ്രോയിഡിലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ലിങ്ക് വഴി കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഓപ്പൺ ലെഡ്ജറിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ എക്സ്റ്റൻഷനിൽ ചെയ്തതുപോലെ തന്നെ ലോഗിൻ കൊടുത്ത് ആ ഒരു സെയിം മെയിൽ ID യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിൻഡോസിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയും നിങ്ങൾക്ക് ഏൺ ചെയ്യാം. സോ അവിടെയും നിങ്ങൾക്ക് നോഡ് റൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഇവിടെ നിങ്ങൾക്ക് എൻഗേജ് ആൻഡ് ഏൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ട്വിറ്ററിൽ നിങ്ങൾ എൻഗേജ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് അവരിടുന്ന പോസ്റ്റുകൾക്കൊക്കെ നിങ്ങൾ ലൈക്ക് റീട്വീറ്റ് ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടും. അതായത് ഒരു റീട്വീറ്റിന് 100 പോയിൻറ്റും ഒരു കമൻറ്റിന് 50 പോയിൻറ്റും എന്ന രീതിയിലാണ് അവർ ഇവിടെ പോയിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയാണ് റീട്വീറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കമൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലൂടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ നിങ്ങൾ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോഡ് റൺ ചെയ്യുന്നതായിട്ട് കാണാം.
അപ്പോൾ ഇവിടെ എനിക്ക് 2 നോഡാണ് റൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഒന്ന് എക്സ്റ്റൻഷനും ഒന്ന് മൊബൈലിൽ ഓപ്പൺ ചെയ്തതുമാണ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ റൺ ചെയ്യുന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗ്രീൻ ലൈറ്റ് കത്തുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ മാക്സിമം പോയിൻറ്റ്സ് നേടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാതിരിപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാമിലെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. സോ മിസ് ചെയ്യാതെ ഇത് ചെയ്യുക. നോട്ട് പേയിങ് ഗ്രാസ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ. ബൈ ഗൈസ്.